ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു സരിതാസ് വ്ലോഗ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗാൽവനിക് സെല്ലിൽ തന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഡാനിയൽ സെൽ. കേട്ടിട്ടുണ്ടോ ആ സെല്ലിനെ കുറിച്ച്? നമ്മൾക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മൾ നേരത്തെ ഇലക്ട്രോളിറ്റിക് സെല്ലിനെ കുറിച്ച് പഠിച്ചു. അതിന്റെ കൺസ്ട്രക്ഷനും അതോടൊപ്പം തന്നെ അതിന്റെ വർക്കിങ്ങും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി. So now we are going to discuss about the galvanic cell or the voltaic cell, which is very very important in this chapter. So students, please listen very carefully and try to understand all the concepts behind this voltaic cell or the galvanic cell. We have already studied what a galvanic cell is. What is its definition? It is an electrochemical cell which converts the chemical energy to electrical energy. Okay. And one of the best example for this galvanic cell or the voltaic cell is a Daniel cell. സിങ്കും കോപ്പറും തമ്മിലുള്ള റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള സെല്ലാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഡാനിയൽ സെല്ല് കൂടാതെ ഒരുപാട് ഗാൽവനിക് സെൽസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ എടുക്കുന്ന ഇലക്ട്രോഡുകൾ മാറ്റണമെന്ന് മാത്രം. ഇപ്പൊ നിക്കല് സിൽവർ പോലെയുള്ളത്, കോപ്പർ സിൽവർ പോലെയുള്ള സെല്ലുകൾ നമുക്ക് ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ ക്രോമിയം കാഡ്മിയം തമ്മിലുള്ള സെല്ലുകൾ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് നിരവധി ഗാൽവനിക് സെൽസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾക്ക് ആദ്യം എങ്ങനെയാണ് ഒരു ഡാനിയൽ സെല്ലിന്റെ സെറ്റപ്പ് ഒന്ന് നോക്കാം. അതുവഴി നിങ്ങൾക്ക് ഒരു ഗാൽവനിക് സെല്ല് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഡാനിയൽ സെൽ എന്ന് പറയുന്നത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. നമ്മളുടെ എക്സാമിന് ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഡാനിയൽ സെല്ല് തന്നെ ചോദിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ ജനറൽ ആയിട്ട് എങ്ങനെയാണ് ഒരു ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ എന്നൊക്കെ നോക്കുക, അതിന്റെ ഡയഗ്രാം എങ്ങനെയാണെന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഒരു ഡാനിയൽ സെല്ലിന്റെ ജനറൽ സെറ്റപ്പ്. ഇവിടെ രണ്ട് കമ്പാർട്ട്മെന്റ്സ് കാണാം നിങ്ങൾക്ക് അല്ലെ. രണ്ട് വെസൽസ് ഉണ്ട്. ഈ രണ്ട് വെസലുകളില് ഒരു വെസലില് സിങ്ക് റോഡ് എടുത്തിരിക്കുകയാണ്. ആൻഡ് റിമെമ്പർ ദ സിങ്ക് റോഡ് ഹിയർ ആക്ട് ആസ് ദി നെഗറ്റീവ് ഇലക്ട്രോഡ്. ഹിയർ ദ സിങ്ക് റോഡ് ഈസ് ദി ആനോഡ്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം ദിസ് ഇലക്ട്രോളിറ്റിക് സെൽ. Here, negative electrode is the anode. And in the another vessel, copper rod is taken and this copper rod is a positive electrode and this acts as the cathode. ശ്രദ്ധിക്കുക, ഇവിടെ കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡും ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. ആൻഡ് ദിസ് ഈസ് ഇൻ ദി ഗാൽവനിക് സെൽ. തെറ്റാൻ പാടില്ല. And the zinc rod is immersed in an electrolyte zinc sulfate and copper rod is immersed in a copper sulfate solution. And these two solutions are connected by means of a salt bridge. കേട്ടിട്ടുണ്ടോ സോൾട്ട് ബ്രിഡ്ജിനെ കുറിച്ച്? Actually, salt bridge is an inverted U-tube which is filled with some agar-agar powder mixed with some inert electrolytes like KCl, ammonium chloride, ammonium nitrite, അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് പോലെയുള്ള ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് അതിന്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ മിക്സപ്പ് ചെയ്തിട്ട് ഏതായിട്ട് മിക്സപ്പ് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി മിക്സ്ഡ് അപ്പ് വിത്ത് അഗർ പൗഡർ. ഒരു വൈറ്റ് പൗഡർ ആണ്. നമ്മള് ജലാറ്റിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ജലാറ്റിന് നമ്മൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ജലാറ്റിൻ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ജലാറ്റിൻ ഉപയോഗിക്കാം. ആ ജലാറ്റിനും ഇനേർട്ട് ഇലക്ട്രോലൈറ്റും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ഈ സോൾട്ട് ബ്രിഡ്ജിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ സോൾട്ട് ബ്രിഡ്ജിലുള്ള കമ്പോണൻസിനെ മനസ്സിലായല്ലോ. ഓക്കെ, നമ്മൾ ഈ ഒരു സെറ്റപ്പ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ദാറ്റ് മീൻസ് the process occurring in this Daniel cell or the galvanic cell is a spontaneous one. Appo the process ennu parayunnathu here taking place is spontaneous. ആരെയും സഹായം ഇല്ലാണ്ട് തന്നെ ഈ രണ്ട് ഇലക്ട്രോഡ്സ് ഇലക്ട്രോലൈറ്റില് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നു?
ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ഇനി ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സിങ്ക് റോഡ് എന്ന് പറയുന്നത് ആനോഡാണെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? ആനോഡില് സാധാരണ എന്ത് ടൈപ്പ് റിയാക്ഷൻ നടക്കുക? ഓക്സിഡേഷൻ. കാഥോഡിലോ റിഡക്ഷൻ. അതിന് തർക്കമില്ല, അതിന് ഒരു മാറ്റവും ഇല്ല. അത് ഇലക്ട്രോലൈറ്റിക് സെല്ലായിക്കോട്ടെ ഗാൽവനിക് സെല്ലായിക്കോട്ടെ, ആനോഡില് ഓക്സിഡേഷനും കാഥോഡില് റിഡക്ഷനും തന്നെയാണ് സംഭവിക്കുക. ആനോഡില് എന്താ സംഭവിക്കുക? സാധാരണ ഓക്സിഡേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. അറ്റ് ആനോഡ് എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ. അപ്പൊ എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്മൾ എഴുതാറ്? ഇവിടെ ഏത് ഇലക്ട്രോഡാണ് എടുത്തിട്ടുള്ളത്? സിങ്ക് ആണ് അല്ലെ? അപ്പൊ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ സിങ്ക് ലൂസസ് ഇറ്റ്സ് ഇലക്ട്രോൺ ആൻഡ് ഫോംസ് ആസ് സിങ്ക് +2. സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺസ് നടന്നു. അപ്പോ ഇലക്ട്രോൺസ് നടന്നു, അതോടൊപ്പം തന്നെ സിങ്ക് +2 ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സിങ്ക് റോഡിൽ നിന്നുള്ള സിങ്ക് അയോൺസ് എന്ന് പറയുന്നത് ഇവിടെ വന്നു ചേരും. സിങ്ക് +2 അയോൺസ് ഉണ്ട്, പ്ലസ് ദിസ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് ഈ ആനോഡിൽ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം ഇവിടെ നിന്നല്ലേ ഇലക്ട്രോൺസ് പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് പുറപ്പെട്ട് എവിടേക്ക് എത്തിച്ചേരും? ഇലക്ട്രോഡിൽ ഒരാൾ കാത്തിരിക്കുകയാണ്, ഇലക്ട്രോണിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരാണ്? നമ്മുടെ കോപ്പർ. കോപ്പർ എന്ത് ചെയ്യും? ഇലക്ട്രോണിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്താണ്? അറ്റ് കാഥോഡ് വാട്ട് ഹാപ്പൻസ് ഹിയർ? റിഡക്ഷൻ. അപ്പോ കോപ്പറില് ഇവിടെ ഈ Cu കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലെ? ഈ കോപ്പർ സൾഫേറ്റില് കോപ്പർ അയോൺസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ആൻഡ് ദിസ് കോപ്പർ അയോൺസ് ഇറ്റ് റിസീവ്സ് ദീസ് ഇലക്ട്രോൺസ്. ഇവിടെ നിന്ന് വരുന്ന ഈ ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യും. എന്നിട്ട് ദിസ് ഗെറ്റ് റെഡ്യൂസ്ഡ് ടു കോപ്പർ. ദാറ്റ് മീൻസ് കോപ്പർ +2 it receives electron and get reduced to copper, and this copper forms get deposited on this electrode. The copper ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഇലക്ട്രോഡിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോഡിന്റെ വിഡ്ത് കൂടും. അതേസമയം ഈ ഒരു ഇലക്ട്രോഡിന്റെ വിഡ്ത് കുറയും. എന്തുകൊണ്ടാ? സിങ്ക് അയോൺസ് ആയിട്ട് ഈ സൊല്യൂഷനിലേക്ക് പോകും. നേരെ മറിച്ച് കോപ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദിസ് ഇലക്ട്രോഡ്. അപ്പോ ഇത് അതിന്റെ വിഡ്ത് കൂടും. ഇത് വൈഡർ ആവും, ഇത് നാരോ ആവും. അപ്പോ ഇവിടെ ഈ കോപ്പർ +2 എന്നൊക്കെ പറയുന്നത് ഈ കോപ്പർ ആയിട്ട് മാറുമ്പോ ഇവിടെ എക്സസ് കോൺസെൻട്രേഷൻ വരിക ഈ ആനയോണിന്റേതായിരിക്കും അല്ലെ? ഈ കോപ്പർ സൾഫേറ്റിലെ കോപ്പർ അയോൺസ് കംപ്ലീറ്റ് കോപ്പർ ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോ സൾഫേറ്റ് അയോൺസ് എക്സസ് ആയിട്ട് വരും. നേരെ മറിച്ച് ഈ ഒരു കമ്പാർട്ട്മെന്റില് സിങ്ക് അയോൺസ് എക്സസ് ആയിട്ട് വരും. ഇവിടെ ഓൾറെഡി സിങ്കും +2 സൾഫേറ്റ് അയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേ സമയത്താണ് സിങ്ക് +2 ഇതുപോലെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് കൂടുതലല്ലേ? ഈ ഒരു കമ്പാർട്ട്മെന്റിൽ നെഗറ്റീവ് ചാർജ് കൂടുതലല്ലേ? അങ്ങനെ കൂടുമ്പോ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവിടെ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെടല് നികത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കഥാനായകൻ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു പക്ഷേ നമ്മുടെ KCl ആകാം. ഇവിടെ Cl, ഇവിടെ K+ എന്ന് കരുതും. ഇവിടെ അയോൺസ് പോസിറ്റീവ് അയോൺസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുമ്പോ ഈ ക്ലോറൈഡ് അയോൺസ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയാ നമ്മളുടെ ഈ സൊല്യൂഷനിലേക്ക് വന്നിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോ ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള എക്സസ് ആയിട്ട് വരുന്ന പോസിറ്റീവ് ചാർജിനെ നികത്താൻ പറ്റി. അതായത് ഇവിടെ ന്യൂട്രലൈസ് ആയി. നേരെ മറിച്ച് ഇവിടെ സൾഫേറ്റ് അയോൺസ് ഉണ്ടെങ്കിൽ ഈ സൾഫേറ്റ് അയോൺസിന്റെ എക്സസ് ആയിട്ടുള്ളതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് K+ സഹായിക്കും. മനസ്സിലായോ? അപ്പൊ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബിറ്റ്വീൻ ദീസ് ടു സൊല്യൂഷൻസ്.
ഈ രണ്ട് സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ സോൾട്ട് ബ്രിഡ്ജ് ഉള്ളത്. ആൻഡ് സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇന്നർ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ ഉണ്ട്. ആ സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ സോൾട്ട് ബ്രിഡ്ജ് എന്താണെന്ന് അറിയണം. ഇറ്റ് ഈസ് ആൻ ഇൻവെർട്ടഡ് യു ട്യൂബ് which consists of agar-agar powder mixed up with some inert electrolyte. Inert electrolyte എക്സാമ്പിൾസ് എഴുതി വെക്കാം. ഇനി ഈ സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും അല്ലാതെ കോപ്പർ ആനോഡായിട്ടും സിൽവർ കാഥോഡായിട്ടും വരുന്ന ഒരു സെല്ലാണെങ്കിൽ നമ്മൾക്ക് അവിടെ KCl എന്ന് പറയുന്ന ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ഈ സോൾട്ട് ബ്രിഡ്ജിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ ക്ലോറൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ KCl എന്ന് പറയുന്നത് സോൾട്ട് ബ്രിഡ്ജിൽ ഉപയോഗിക്കാറില്ല. എപ്പോ ഏത് ഇലക്ട്രോഡ് വരുമ്പോ സിൽവർ വരുന്ന സാഹചര്യത്തിൽ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ KCl പകരം KNO3യോ NaNO3യോ ഒക്കെ ഉപയോഗിക്കാം. ഞാൻ അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം ശ്രദ്ധിക്കാം. ഇനി ഇലക്ട്രോണിന്റെ ഫ്ലോ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ കറണ്ടിന്റെ ഫ്ലോ എവിടെ നിന്ന് എവിടേക്കായിരിക്കും? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഇലക്ട്രോണിന്റെ ഫ്ലോ എവിടെ നിന്നാ പോകുന്നത്? ആനോഡ് ടു കാഥോഡ്. അപ്പോൾ കറണ്ടിന്റെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ട് പോകും? കറണ്ട് ഫ്ലോ ഫ്രം കാഥോഡ് ടു ആനോഡ്. നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. കറണ്ട് ഫ്ലോവും ഇലക്ട്രോണിന്റെ ഫ്ലോവും രണ്ടും രണ്ട് ദിശയിലേക്കാണ്. എവിടേക്കാണോ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് അതിന്റെ വിപരീത ദിശയിലായിരിക്കും കറണ്ടിന്റെ ഫ്ലോ സംഭവിക്കുന്നത്. സോ ഓൾവേസ് കീപ് ഇൻ മൈൻഡ് ദാറ്റ്. അപ്പോ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി ഈ സിങ്ക് സൾഫേറ്റിന്റെ കോൺസെൻട്രേഷൻ, നമ്മളിവിടെ ഇലക്ട്രോലൈറ്റ് എടുത്തു എന്നല്ലേ പറഞ്ഞുള്ളൂ. സിങ്ക് സൾഫേറ്റിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആയിരിക്കുകയും കോപ്പർ സൾഫേറ്റിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആയിരിക്കുകയും അങ്ങനെ ചെയ്യുമ്പോ ഇതിനൊരു നിശ്ചിത ടെമ്പറേച്ചർ 298 കെൽവിനില് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ ഇവിടെ വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്, വോൾട്ട് മീറ്ററിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നത് 1.1 വോൾട്ട് എന്നായിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന സിങ്ക് സൾഫേറ്റിന്റെ കോൺസെൻട്രേഷനും കോപ്പർ സൾഫേറ്റിന്റെ കോൺസെൻട്രേഷനും 1 മോളാർ ആവുകയും 298 കെൽവിനില് 1 atm പ്രഷറിലാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന വോൾട്ടേജ് എത്ര? ദിസ് ഈസ് 1.1 വോൾട്ട്. ഇതൊക്കെ ഒന്ന് മാറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കിപ്പിച്ചു തരാനുണ്ട്. ഡാനിയൽ സെല്ലിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇല്ലേ? ഈ ഡാനിയൽ സെല്ലിന്റെ സെറ്റപ്പിൽ ഒരു ചെറിയൊരു കാര്യം കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്റ്റേണൽ സോഴ്സ്. ഇവിടെ സിങ്ക് റോഡ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഗെറ്റ് കണക്റ്റഡ് ടു എൻ എക്സ്റ്റേണൽ സോഴ്സ്. ഇതൊരു നെഗറ്റീവ് സൈഡ് ആണ് ആൻഡ് ദ പോസിറ്റീവ് സൈഡ് ഈസ് കണക്റ്റഡ് ടു ദിസ് പോസിറ്റീവ് ഇലക്ട്രോഡ്. ഇങ്ങനെ ഈ ഒരു സെറ്റപ്പ് ഞാൻ ഇവിടെ നിർത്തി. എന്നിട്ട് ഇതിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു ഡാനിയൽ സെല്ലിന്റെ സാധാരണ രീതിയിലുള്ള വോൾട്ട്മീറ്ററിൽ വരുന്ന റീഡിംഗ് എപ്പോഴും 1.1 വോൾട്ട് ആയിരിക്കും. ഈ 1.1 വോൾട്ടിനേക്കാളും വോൾട്ടേജ് നമ്മൾ പുറത്ത് കൊടുക്കുന്ന സോഴ്സിന് കുറവാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ എക്സ്റ്റേണൽ when it is less than 1.1 volt what happens? Electron flows from zinc rod to copper. അതായത് ഇതേപോലെ നമ്മൾ ഡാനിയൽ സെല്ലിൽ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ ഇലക്ട്രോണിന്റെ ഫ്ലോ സംഭവിക്കും. അതായത് ഈ സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഇലക്ട്രോൺസ് സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്കാണ് പോകുന്നതെങ്കിൽ കറണ്ടിന്റെ ഫ്ലോ എവിടേക്കായിരിക്കും? കോപ്പർ റോഡിൽ നിന്ന് സിങ്ക് റോഡിലേക്കായിരിക്കും. ശരിയല്ലേ? ഇനി when E external is equal to 1.1 volt,
അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന എക്സ്റ്റേണൽ സോഴ്സിന്റെ വോൾട്ടേജ് 1.1 ആണ്. ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 1.1 ആണെങ്കിൽ ഇവിടെ ഒരു കാരണവശാലും എന്ത് സംഭവിക്കില്ല? ഇലക്ട്രോണിന്റെ ഫ്ലോ നടക്കില്ല. അതായത് ഇവിടെ റിയാക്ഷൻ ഒക്കറിയില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. എപ്പോ വെൻ ഈ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് വെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.1 വോൾട്ട്, അതായത് ഇവിടെ നിന്ന് കൊടുക്കുന്ന വോൾട്ടേജും അതായത് ഡാനിയൽ സെല്ലിലൂടെ രൂപപ്പെടുന്ന 1.1 വോൾട്ടും നമ്മൾ എക്സ്റ്റേണൽ എനർജി ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്നത് 1.1 ആണെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കറിയില്ല. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, വെൻ ഇ എക്സ്റ്റേണൽ ഈസ് ഗ്രേറ്റർ ദാൻ 1.1 വോൾട്ട്, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ടോട്ടൽ ചേഞ്ച് ആണ് ദാ ഇവിടെ സെല്ല് തന്നെ അങ്ങോട്ട് മാറിപ്പോകും. ആ സമയത്ത് കോപ്പർ റോഡ് വിൽ ആക്ട് ആസ് എ നെഗറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് സിങ്ക് റോഡ് വിൽ ആക്ട് ആസ് ദി positive electrode. That means at this stage the cell will act as an electrolytic cell. അപ്പോ കോപ്പർ റോഡിൽ നിന്നാണ് ഇലക്ട്രോഡ്, അതായത് ഇവിടെ എന്താവും ഈ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്, this will act as the anode and this will act as the cathode. മനസ്സിലായോ? ഇലക്ട്രോണിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഈ ദിശയിലേക്ക് വരും. ഇലക്ട്രോണിന്റെ ഫ്ലോ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇങ്ങോട്ട് വരും, അതായത് ഇവിടെ ഓക്സിഡേഷൻ നടക്കും. കാരണം ആ സമയത്ത് ഇത് ആനോഡായിട്ട് മാറും, ഇത് കാഥോഡായിട്ട് മാറും. ഈ സമയത്ത് എപ്പോഴാണ് ഈ കണ്ടീഷൻ ഓർക്കണം കേട്ടോ, എപ്പോഴും അല്ലാതെ പറയുന്നത്. ഈ കണ്ടീഷൻസില് ദിസ് വിൽ ആക്ട് ആസ് ആൻ ആനോഡ്. കറന്റ് ഫ്ലോ വിൽ ഒക്കർ ഫ്രം സിങ്ക് റോഡ് ടു കോപ്പർ റോഡ്. ഇപ്പൊ നമ്മള് വെൻ ഇ എക്സ്റ്റേണൽ ഈസ് ലെസ് ദാൻ 1.1 വോൾട്ട് എന്ന് പറഞ്ഞപ്പോ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം സിങ്ക് റോഡ് ടു കോപ്പർ റോഡ് എന്ന് പറഞ്ഞു അല്ലെ? ആൻഡ് വെൻ ഇ എക്സ്റ്റേണൽ ഈസ് ഗ്രേറ്റർ ദാൻ 1.1 വോൾട്ട്, വാട്ട് ഹാപ്പൻസ്? ഇലക്ട്രോൺ ഫ്ലോ ഫ്രം കോപ്പർ റോഡ് ടു സിങ്ക് റോഡ്. അതായത് ഇലക്ട്രോൺ ഫ്ലോ ഫ്രം എവിടെന്നാ? കോപ്പർ റോഡ് ടു സിങ്ക് റോഡ്. മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ രണ്ടെണ്ണം ഈക്വൽ ആവുമ്പോ I is equal to 0, there will be no electron flow and thereby there will be no current flow. അപ്പൊ നമ്മുടെ ടെക്സ്റ്റില് ഇങ്ങനെയുള്ള ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി എന്താണ് മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കാനുള്ളത്? ഇവിടെ രണ്ട് കമ്പാർട്ട്മെന്റ്സ് കാണാം അല്ലെ? ഓരോ കമ്പാർട്ട്മെന്റിൽ നടക്കുന്ന റിയാക്ഷൻസും നമ്മൾ പറയുന്നതാണ് ഹാഫ് സെൽ റിയാക്ഷൻസ്. ഈ ഡാനിയൽ സെല്ലിൽ രണ്ട് പോർഷൻസ് ഉണ്ട്. ഓരോ പോർഷനുകളിലും നടക്കുന്നത് ഓരോ ഹാഫ് സെൽ റിയാക്ഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷനും കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷനും ആണ്. നമുക്ക് ആനോഡിലും കാഥോഡിലും നടക്കുന്ന ഡിഫറെന്റ് റിയാക്ഷൻസ് ഒന്ന് എഴുതി നോക്കാം. ഞാനിത് മാറ്റിയാണ് കേട്ടോ. ഒരു ഡാനിയൽ സെല്ല് നടക്കുന്ന ഒരു റിഡോക്സ് റിയാക്ഷനെ കുറിച്ചാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ കണ്ടതല്ലേ? ഇവിടെ നടക്കുന്നത് എന്താ? സിങ്ക് കോപ്പർ സൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇറ്റ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ അറ്റ് ആനോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ. ഇതാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് +2 ഇലക്ട്രോൺ ആയിട്ട് പോയി. അറ്റ് കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ ആണ് അല്ലെ? അപ്പോ ഇതിനെ റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എന്ന് നമ്മൾ പറയും. ഇവിടെ സംഭവിക്കുന്നത് എന്താ? കോപ്പർ 2+ അല്ലെങ്കിൽ കോപ്പർ +2 എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല.
2 electron മേടിച്ചു. It gained 2 electrons and get reduced to copper. അപ്പോ ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷനും നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. Now what is the net reaction? നമ്മുടെ നെറ്റ് റിയാക്ഷൻ എന്താണ്? നെറ്റ് സെൽ റിയാക്ഷൻ എന്താണ് ഇവിടെ പറയൂ. We get zinc plus copper plus 2 gives zinc plus 2 plus copper. ഇങ്ങനെയുള്ള ഒരു സെൽ റിയാക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ എക്സാമിന് ചോദിക്കാറുള്ളതാണ് സെൽ റിയാക്ഷൻ എഴുതുക. നമ്മളുടെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൽ റിയാക്ഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മള് ഈ ഒരു ഇലക്ട്രോണുകൾ എപ്പോഴും ബാലൻസ് ചെയ്യാനായിട്ട് നോക്കണം നമ്മൾ നെറ്റ് റിയാക്ഷൻ എഴുതുമ്പോൾ. എല്ലായ്പ്പോഴും ഈ 2 ഇലക്ട്രോൺസ് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ 2 ഇലക്ട്രോൺസോ 3 ഇലക്ട്രോൺസോ ഒക്കെ നമ്മൾ ആക്കേണ്ടതായിട്ട് വരും. സാഹചര്യങ്ങൾ വരും, ഓരോ റിയാക്ഷൻസ് വരും. ഇപ്പൊ പലതും പലതല്ലേ. അപ്പോ നിങ്ങള് ഞാൻ ഡിഫറെന്റ് പ്രോബ്ലംസ് ചെയ്യുമ്പോ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഇപ്പോ ഈ ഒരു റിഡോക്സ് റിയാക്ഷനെ ബേസ് ചെയ്തിട്ട്, അതായത് ഡാനിയൽ സെല്ലിലുള്ള റിഡോക്സ് റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള നെറ്റ് സെൽ റിയാക്ഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സിങ്ക് കോപ്പർ പ്ലസ് 2 ഗീവ്സ് സിങ്ക് പ്ലസ് 2 പ്ലസ് കോപ്പർ. ഇനി ഹൗ ക്യാൻ ബി റെപ്രസെന്റ് എ ഡാനിയൽ സെൽ എന്ന് ചോദിക്കാം. സെൽ റെപ്രസെന്റേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. അപ്പോ സെൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നമുക്ക് നോക്കാം. സെൽ റെപ്രസെന്റേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സെൽ റെപ്രസെന്റേഷൻ നമ്മൾക്ക് എപ്പോഴും ഡയഗ്രാം ഒന്നും വരച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഒരു സെല്ല് റെപ്രസെന്റ് ചെയ്യാന്ന് നോക്കാം. ഒരു ഡാനിയൽ സെല്ലാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഓക്സിഡേഷൻ ഹാഫ് സെല്ല റിയാക്ഷൻ ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്സിഡേഷൻ ഹാഫ് സെല്ല് അതെഴുതണം. പിന്നെ റിഡക്ഷൻ ഹാഫ് സെൽ. അപ്പോ ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതണം. റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതണം. അപ്പോ ഇത് LHS എഴുതണം, ഇത് RHS എഴുതണം. എല്ലായ്പ്പോഴും ഓക്സിഡേഷനിലുള്ളത് ഹാഫ് സെൽ, LHS റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് പറയുന്നത് RHS സൈഡിലാണ്. ഇനി എഴുതാൻ പോവാണ് കേട്ടോ റെപ്രസെന്റേഷൻ. ഇവിടെ ശ്രദ്ധിക്കൂ. സിങ്ക് എന്ന് പറഞ്ഞ റോഡാണ്, സിങ്ക് റോഡാണ്, ആനോഡാണ് അല്ലെ. ആനോഡിന്റെ മെറ്റൽ അയോൺസ് സിങ്ക് പ്ലസ് 2 and you have to put a double slash. ഇത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? and this is for salt bridge. ഇനി കോപ്പർ മെറ്റൽ അയോൺസ് ആണ്. then ഒരു സ്ലാഷ് ഇടുക, then കോപ്പർ. സിങ്ക് put a slash and zinc plus 2 and you have to mention its state. It is in the aqueous state and you have to put a double bar and this represents a salt bridge. ഇത് aqueous ആണ്. and copper and zinc rod, what is its state? It is in the solid form, right? അപ്പൊ അതിന്റെ സോളിഡ്. ഇനി നമുക്ക് ഇതിന്റെ മോളാർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. അതായത് 1 മോളാർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം 1 മോളാർ എന്നുള്ളത്. ഇലക്ട്രോലൈറ്റിന്റെ അവിടെ നമുക്ക് കോൺസെൻട്രേഷനും കൊടുക്കാം. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു മെറ്റല് ആനയോണിലുള്ളത്, then Mn plus its ions, then you have to put a double slash that indicates a salt bridge. Then കാഥോഡിലുള്ള മെറ്റൽ അയോണുകള് put a slash and write its electrode. And C1, the concentration of these two, C1 and C2, they are the concentration. And aqueous ആണെങ്കിൽ aqueous എന്ന് എഴുതാം. And here it is in the solid form. ഇതാണ് ഒരു ജനറൽ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് ആനോഡ് ഹാഫ് സെൽ reaction and this is the cathode half cell reaction. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ എഴുതുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്.
അപ്പോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. മനസ്സിലായോ? ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിനാണ്. ആനോഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് ഇലക്ട്രോഡ് ആണ്. യു ജസ്റ്റ് റിമെമ്പർ ദിസ് വേർഡ് ലോൺ. While writing this cell representation, you remember this word lone. What is lone? L stands for left, O stands for oxidation, A for anode, and N for negative. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു സെൽ റെപ്രസെന്റേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതിന്റെ അർത്ഥം ലെഫ്റ്റ് സൈഡില് ഓക്സിഡേഷൻ പാർട്ട്, ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡില്, ആനോഡിന്റെ ചാർജ് നെഗറ്റീവ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോ സെല്ലുകൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് കാണാം. അതിനുശേഷം ഞാനത് ഇന്നത്തെ ഒരു സെഷൻ അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. റൈറ്റ് ദി സെൽ റിയാക്ഷൻ ഫോർ Ni plus 2 / Ag plus Ag. We are given a cell representation, and from the cell representation we have to write the cell reaction. Oxidation half cell reaction le adayithu anode അതുപോലെ തന്നെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻസ് നിങ്ങൾ എഴുതിയിട്ട് വേണം ഈ സെൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനായി. അറ്റ് ആനോഡ്, ആനോഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ. അപ്പോ ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇങ്ങനെ എഴുതുക. നിക്കലാണ്. നിക്കൽ എന്ന് പറയുന്നത് Ni+2 ആയിട്ട് മാറി അല്ലെ? ദാറ്റ് മീൻസ് നിക്കൽ ഇറ്റ് ലൂസസ് 2 ഇലക്ട്രോൺസ് ആൻഡ് ഫോംസ് Ni+2. And at cathode, കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ഹാഫ് സെൽ റിയാക്ഷൻ. അപ്പോ ഇവിടെ എന്താ നടക്കുന്നത്? സിൽവർ Ag പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Ag അല്ലെ? സാധാരണ സിൽവർ 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് Ag ആകും. ഇനി നെറ്റ് സെൽ റിയാക്ഷൻസ് എഴുതുമ്പോ ഇലക്ട്രോണുകള് തുല്യമായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മള് 1 ആയിട്ട് എടുക്കണോ, ഇത് 2 ആയിട്ട് എടുക്കണോ? അപ്പോ ഇതിൽ 2 ഇലക്ട്രോൺസ് വേണമെങ്കിൽ യു ജസ്റ്റ് മൾട്ടിപ്ലൈ ദ ഇക്വേഷൻ 2 ബൈ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമല്ലേ ഈ 2 ഇലക്ട്രോണിനോട് ഈക്വൽ ആവുള്ളൂ. ഇപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 2 Ag പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് 2 Ag. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ 3 എന്ന് കിട്ടിയില്ലേ? നൗ ആഡ് ഇക്വേഷൻ 1 and 3. എന്ത് കിട്ടും നമുക്കപ്പോ? ഒന്ന് നോക്കിയേ. നിക്കൽ പ്ലസ് 2 Ag പ്ലസ് ഗീവ്സ് Ni പ്ലസ് 2 പ്ലസ് 2 Ag. ക്ലിയർ ആയോ? നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മള് ആനോഡിലെ റിയാക്ഷൻ എഴുതി, കാഥോഡിലെ റിയാക്ഷൻ എഴുതി. കാഥോഡിലെ റിയാക്ഷൻ എഴുതിയപ്പോ ഇലക്ട്രോണിന്റെ കുറവുണ്ട്. നമ്മൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ആ ഹോൾ ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇക്വേഷൻ 1ഉം 3യും ആഡ് ചെയ്തു. നമുക്ക് നെറ്റ് സെൽ റിയാക്ഷൻ ഇവിടെ കിട്ടി. കിട്ടിയില്ലേ? ക്ലിയർ ആയോ? ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടെ ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. റൈറ്റ് ദ സെൽ റെപ്രസെന്റേഷൻ ഫോർ ദി ഫോളോയിങ് സെൽ റിയാക്ഷൻ. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. നേരത്തെ സെൽ റെപ്രസെന്റേഷൻ തന്നിട്ട് ഈ രീതിയിലുള്ള സെൽ റിയാക്ഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ നേരെ തിരിച്ചാണ്.
യു ഹാവ് ടു റൈറ്റ് ദ സെൽ റെപ്രസെന്റേഷൻ ഫോർ ദി ഫോളോയിങ് സെൽ റിയാക്ഷൻ. അപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരിക ഈ രീതിയിലുള്ളതായിരിക്കും. ഈ രണ്ട് മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഇവിടെ ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും ഒന്ന് എഴുതി നോക്കിയാലോ. ആനോഡില് എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ. ശരിയല്ലേ? അപ്പോ ആനോഡിൽ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോ ഇവിടെ ഏതിന്റെ ഓക്സിഡേഷൻ നമ്പറാ കൂടിയത്? എങ്ങനെ നമുക്കത് തിരിച്ചറിയാം? ഓക്സിഡേഷൻ നടന്നത് ഏതിലാണെന്നുള്ളത് എങ്ങനെ അറിയാം? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തത് ഏതിനാണോ അതിനാണോ ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുള്ളത്. ഏതിനാണോ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത്, ഏത് സ്പീഷീസിനാണോ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് അതിന് റിഡക്ഷൻ സംഭവിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, CR 0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് +3 പോയത്. അതായത് ക്രോമിയം അയോൺ ആയിട്ട് മാറി ബൈ ലൂസിങ് 3 ഇലക്ട്രോൺസ്. ദിസ് ഇസ് ഓക്സിഡേഷൻ അല്ലെ? 0യിൽ നിന്ന് +3 വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ there comes an increase in oxidation state or oxidation number. ശരിയല്ലേ? ഇനി അടുത്തത് എന്താ സംഭവിച്ചത്? കാഡ്മിയം അയോൺസിന് എന്താ സംഭവിച്ചത്? ഇറ്റ് ചേഞ്ചസ് ടു കാഡ്മിയം. അതായത് കാഡ്മിയം അയോൺസ് 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കാഡ്മിയം അയോൺ ആയിട്ട് റെഡ്യൂസ് ചെയ്തു. That means here decrease in oxidation number takes place. That means reduction. അപ്പോ at cathode എന്താ നടന്നത്? റിഡക്ഷൻ. അപ്പൊ കാഥോഡില് റിഡക്ഷൻ നടന്നു. അപ്പോ ഇനി ധൈര്യമായിട്ട് നമുക്ക് എന്ത് എഴുതാം? മനസ്സിലാവുന്നില്ലേ നിങ്ങക്ക്? തെറ്റരുത് കേട്ടോ. ക്രോമിയം and its ion. Chromium and its ion, put a double slash, cadmium ions / cadmium. This is the cell representation. Okay? കാര്യം വ്യക്തമായില്ലേ? ഇവിടെ നമ്മൾ ഇലക്ട്രോണിനെ ബാലൻസ് ചെയ്യേണ്ട നെറ്റ് റിയാക്ഷൻ ഈ രീതിയിൽ എഴുതാൻ പറയുമ്പോഴാണ് നമ്മൾക്ക് ഇലക്ട്രോണിനെ ബാലൻസ് ചെയ്ത് എഴുതേണ്ടത്. അപ്പൊ ആ സമയത്ത് രണ്ടെണ്ണത്തിനും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രോമിയത്തിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ കാഡ്മിയത്തിന്റെ അവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇലക്ട്രോണിന്റെ നമ്പർ ഈക്വൽ ആക്കും. അപ്പൊ ഇവിടെ 6 ഇലക്ട്രോൺ ആവും, ഇവിടെയും 6 ഇലക്ട്രോൺ ആവും. ആ രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പൊ സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ പറയുമ്പോ ഇങ്ങനെയാണ്. അപ്പൊ നമ്മളിവിടെ അക്വസ് എന്നൊക്കെ എഴുതും. ഈ ഭാഗം ഇത് സോളിഡ്, ഇത് സോളിഡ്. ക്ലിയർ ആയോ? അപ്പോ എങ്ങനെയാണ് ഒരു സെല്ല് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ സെൽ റെപ്രസെന്റേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ഒരു സെൽ റിയാക്ഷൻ എഴുതാന്നുള്ളതും പഠിച്ചു വെക്കുക. അപ്പോ ഞാൻ ഇന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങള് നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേണം. കാരണം ഇന്ന് പഠിപ്പിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് മക്കളെ ഈ ഒരു പാർട്ട് നിങ്ങൾ വിട്ടുകളയരുത്. നന്നായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. 1-2 പ്രാവശ്യമെങ്കിലും ഈ വീഡിയോ കണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ? നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ആ ഒരു ഈസിനെസ് കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോ ഇന്നത്തെ ഈ സെഷൻ ഞാൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.